നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. വിവിധ ശാസ്ത്രീയ പഠനങ്ങളെയും പരമ്പരാഗതമായ പ്രയോഗങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ബദാമിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL-നെ കുറയ്ക്കുന്നു. ഇതിലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നല്ല കൊളസ്ട്രോൾ HDL വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകൾ HDL-നെ വർദ്ധിപ്പിച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. വിറ്റാമിൻ ഇ, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഹൃദയത്തിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ ഷുഗർ ലെവലുകൾ പെട്ടെന്ന് ഉയരുന്നത് തടയുന്നു. പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു. മഗ്നീഷ്യത്തിന്റെ ഉയർന്ന അളവ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ മെച്ചപ്പെടുത്തുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. മഗ്നീഷ്യന്റെ സാന്നിധ്യം രക്തധമനികളെ വിശ്രമിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും. ഭാരം നിയന്ത്രിക്കുന്നു. ഫൈബറും പ്രോട്ടീനും സംതൃപ്തി നൽകുന്നതിനാൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നു. മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകളും പോഷകങ്ങളും മെറ്റബോളിക് നിരക്ക് വർദ്ധിപ്പിക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. റെബോഫ്ലാവിൻ, L-കാർനൈറ്റ് എന്നിവ നാഡീവ്യൂഹത്തെ സഹായിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ബദാമിലെ വിറ്റമിൻ ഇ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും. വിറ്റമിൻ ഇയുടെ മികച്ച ഉറവിടം ശക്തമായ ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകുന്നു. ഓക്സിഡേറ്റീവ് നാശനഷ്ടം തടയുന്നു. ആൻറ്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കൽ ചെറുക്കുന്നത് വഴി കോശനാശം തടയുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ ഇ ചർമ്മത്തെ പോഷിപ്പിക്കുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുന്നു. ആൻറ്റി ഓക്സിഡന്റുകൾ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളെ വൈകിപ്പിക്കുന്നു. മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. മഗ്നീഷ്യം, സിങ്ക് എന്നിവ മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുന്നു. മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു. ബയോട്ടിൻ പോലുള്ള പോഷകങ്ങൾ മുടിയെ ശക്തിപ്പെടുത്തുന്നു. അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കുന്നു. കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ എല്ലുകൾക്ക് ബലം നൽകുന്നു. ഓസ്റ്റിയോപോറോസിസ് സാധ്യത കുറയ്ക്കുന്നു. ധാതുക്കളുടെ സാന്നിധ്യം എല്ലുകളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുന്നു. ദഹന ആരോഗ്യം പിന്തുണയ്ക്കുന്നു. ഫൈബർ മലബന്ധം തടയാനും കുടലിൻ്റെ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രീബയോട്ടിക് ഗുണങ്ങൾ ദഹനനാളത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. ആരോഗ്യകരമായ മാക്രോ ന്യൂട്രിയൻറ്റുകൾ ഉടനടി ഊർജം നൽകുന്നു. ക്ഷീണം കുറയ്ക്കുന്നു. ഇരുമ്പിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സാന്നിധ്യം ക്ഷീണം അകറ്റാൻ സഹായിക്കുന്നു. പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. മഗ്നീഷ്യം പേശി വലിവ് കുറയ്ക്കാനും പേശികളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് തടയുന്നു. ആരോഗ്യകരമായ കൊഴുപ്പ് സ്ഥിരമായ ഊർജം നൽകുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ വികാസത്തിന് നല്ലതാണ്. ഫോളിക് ആസിഡ് B9 ഗർഭസ്ഥ ശിശുവിൻ്റെ നാഡീ ട്യൂബിൻ്റെ വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. അമ്മയുടെ ആരോഗ്യത്തിന് ഉത്തമം. ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ ഗർഭകാലത്ത് ആവശ്യമാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വൈറ്റമിൻ ഇ, സിങ്ക്, മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. വീക്കം കുറയ്ക്കുന്നു. ആൻറ്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതിലെ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും ചിലതരം ക്യാൻസറുകൾ തടയാൻ സഹായിക്കുമെന്ന് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം PCOS ഉള്ളവർക്ക് നല്ലത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നു. ഇതിലൂടെ PCOS ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. പിത്തസഞ്ചിയിലെ കല്ലുകളുടെ സാധ്യത കുറയ്ക്കുന്നു. പതിവായ മിതമായ നട്ട്സ് ഉപയോഗം ഇതിന് സഹായിച്ചേക്കാം. വിഷാദരോഗ ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകൾ തലച്ചോറിലെ രാസാഗ്നികളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. വളർച്ച തടയാൻ സഹായിക്കുന്നു. ഇരുമ്പിൻ്റെയും കോപ്പറിൻ്റെയും സാന്നിധ്യം ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. വിറ്റാമിൻ ഇ, സിങ്ക് എന്നിവ പ്രായവുമായി ബന്ധപ്പെട്ട കാഴ്ചക്കുറവിനെ മാക്കുലാർ ഡിജനറേഷനെ തടയാൻ സഹായിച്ചേക്കാം. വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. സംതൃപ്തി നൽകുന്നതിലൂടെ കലോറി ഉപയോഗം കുറയ്ക്കുന്നു. നഖങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ബയോട്ടിൻ, വൈറ്റമിൻ ഇ എന്നിവ നഖങ്ങളെ ശക്തിപ്പെടുത്തുന്നു. പോഷകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നു. വൈവിധ്യമാർന്ന വിറ്റാമിനുകളും ധാതുക്കളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ഉറവിടമാണിത്.
omega-3 ഫാറ്റി ആസിഡുകളിൽ ഇല്ലെങ്കിലും ഒളിക് ആസിഡ് ധാരാളമുണ്ട്. പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലത്. കാൽഷ്യം പല്ലുകൾക്ക് ബലം നൽകുന്നു. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു. സിങ്ക് പോലുള്ള ധാതുക്കൾ ഇതിന് ആവശ്യമാണ്. ബദാം പാൽ ലാക്ടോസ് ഭക്ഷണമുള്ളവർക്ക് ഉത്തമമാണ്. പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ടവർക്ക് നല്ലൊരു ബദലാണ്. ഫ്രീ റാഡിക്കലുകൾ മൂലമുള്ള കേടുപാടുകൾ പരിഹരിക്കുന്നു. വൈറ്റമിൻ ഇ പോലുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലുണ്ട്. ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നു. പല വിഭവങ്ങളിലും ബദാം ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. ഡയറ്ററി ഫൈബറിൻ്റെ മികച്ച ഉറവിടമാണ്. ദൈനംദിന ഫൈബർ ആവശ്യം നിറവേറ്റാൻ സഹായിക്കുന്നു. ശാരീരിക പ്രകടനം മെച്ചപ്പെടുത്തുന്നു. പേശിശക്തി വർദ്ധിപ്പിക്കുന്നതിനും വ്യായാമശേഷി വീണ്ടെടുക്കുന്നതിനും സഹായിച്ചേക്കാം. pH ബാലൻസ് നിലനിർത്തുന്നു. ബദാം ഒരു ആൽക്കലൈൻ സ്വഭാവമുള്ള ഭക്ഷണമാണ്. ഇത് ശരീരത്തിൻ്റെ pH ബാലൻസ് നിലനിർത്താൻ സഹായിക്കും. ഇനി ബദാം കഴിക്കേണ്ട ഏറ്റവും നല്ല രീതിയും സുരക്ഷിതമായ അളവും നോക്കാം. ബദാം രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത ശേഷം തൊലി കളഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബദാം കുതിർക്കുന്നത് ടാനിനുകൾ പോലുള്ള സംയുക്തങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. ഇത് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത് മെച്ചപ്പെടുത്തുകയും ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. ഒരു ദിവസം 15 എണ്ണം ബദാം കഴിക്കുന്നതാണ് സാധാരണയായി ശുപാർശ ചെയ്യുന്നത്. ഈ അളവ് ഹൃദയത്തിനും മെറ്റബോളിസത്തിനും ഗുണം ചെയ്യും. എങ്കിലും ശരീരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് 5 മുതൽ 10 എണ്ണം വരെ മതിയാകുന്നതാണ്. ഇനി ബദാം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവർ ആരൊക്കെയെന്ന് നോക്കാം. പരിപ്പ് അലർജിയുള്ളവർ, ഏതെങ്കിലും തരം നട്ട്സുകളോട് അലർജിയുള്ളവർ ബദാം പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് അനാഫിലാക്സിസ് പോലുള്ള ഗുരുതരമായ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം. ദഹന പ്രശ്നങ്ങളുള്ളവർ, ബദാമിൽ ഫൈബർ കൂടുതലുള്ളതിനാൽ അമിതമായി കഴിക്കുന്നത് വയറുവീർക്കൽ, വയറിളക്കം, മലബന്ധം തുടങ്ങിയ ദഹന പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവർ കുതിർത്ത് തൊലി കളഞ്ഞ ബദാം കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. വൃക്കയിൽ കല്ലുള്ളവർ, ബദാമിൽ ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടായിട്ടുള്ളവർ ഇത് അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. ഭാരം നിയന്ത്രിക്കുന്നവർ, ബദാം പോഷക സമൃദ്ധമാണെങ്കിലും കലോറി കൂടുതലാണ്. അതിനാൽ ശരീരഭാരം കൂടാതെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസേനയുള്ള അളവ് കർശനമായി പാലിക്കണം. ചില മരുന്നുകൾ കഴിക്കുന്നവർ, ബദാമിൽ മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. ചില ആൻറ്റിബയോട്ടിക്കുകൾ, രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ, മലബന്ധം മാറ്റാനുള്ള മരുന്നുകൾ എന്നിവ കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലത് ആണ്. കാരണം മാംഗനീസ് ഈ മരുന്നുകളുമായി പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ബട്ടണുകൾ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.